Yes, good morning. Good morning, sir. Good morning, sir. Right. എവിടെടാ വളരെ കുറച്ച് പേരേ ഉള്ളല്ലോ. ബാക്കിയുള്ളവരെവിടെ? 6 പേരോ? പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം എല്ലാവരോടും. വിസിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത 2 hour നമ്മൾ തന്നെയാണ്. Okay, sir. ഇവിടെ നമുക്ക് നമ്മൾ ചില അവറുകൾ ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് നമുക്ക് മിസ് ആവുന്നുണ്ട്. വീക്കിലി അധികം അവർ കിട്ടുന്നില്ല. സോ അതുകൊണ്ട് ആണ് ഇന്ന് മെയിനായിട്ട് ഇന്ന് 2 hour അടുപ്പിച്ച് എടുക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഈ ഒരു പേപ്പറിന്റെ വേണ്ട കുറച്ച് പ്രിന്റഡ് മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതും പിന്നെ എൻ്റെ നോട്ടും കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് വളരെ യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള കുറച്ച് ആ ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയലും കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അത് നിങ്ങൾ ഗ്രൂപ്പിലെങ്ങനെ ഷെയർ ചെയ്യാം. അത് കറക്റ്റ് ആ ഓർഡറിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പ്രിന്റഡ് ആകുമ്പോൾ ഞാൻ എഴുതുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാൻ സുഖം ചിലപ്പോൾ അതായിരിക്കും. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ മെറ്റീരിയൽ ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ ഈ PPTയും ഷെയർ ചെയ്യാം. PPT തന്നെ ഒരുവിധം അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ബേസ് ചെയ്തിട്ട് നോട്ടാക്കിയിട്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ. പക്ഷെ സംഭവം നിങ്ങൾ പണ്ട് പഠിച്ചൊക്കെ തന്നെ ആണെങ്കിലും പക്ഷെ കുറെ കണ്ടന്റ് ഉണ്ട്. കണ്ടന്റ് വൈസ് കുറച്ചധികം നോക്കാണ്ട്. തിയറട്ടിക്കൽ ആണ്, വളരെ സിമ്പിൾ ആണ്. പക്ഷെ കുറച്ച് അധികം കണ്ടന്റ് ഉണ്ട്. സോ കുറച്ച് വായിക്കണം. ഓക്കെ, ഫൈൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്ന വിചാരിക്കാം. സോ okay, right. So we'll start with topic. Okay, sir. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെതറിംഗിലാണ് സ്റ്റോപ്പ് ചെയ്തത്, റൈറ്റ്? So we have seen what weathering process actually is, right? So weathering is actually the process of this weathering. Okay, so I said കഴിഞ്ഞ ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കൺഫ്യൂഷൻ ആവരുത്. So this weathering is different from the normal weather alla weathering. Okay, so weathering is actually the process of disintegration and decomposition of rocks and minerals. Okay, കല്ലിന്റെ കല്ലും അതുപോലെ തന്നെ മറ്റു മിനറൽസിന്റെയും അതും പിന്നെ അതിന്റെ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ അതിന്റെ ബ്രേക്കിംഗ് ടു ഫോം സോയിൽ, റൈറ്റ്? സോ അതിന്റെ ബ്രേക്കിംഗ് പ്രോസസ് അല്ലെങ്കിൽ സോയിൽ ഫോർമേഷൻ മാത്രമല്ല, ഒരു ലാർജ് റോക്ക് ചെറിയ റോക്ക് ഫോം സ്മോളർ റോക്ക് പീസസ് ആയിട്ട് മാറുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ സ്മോൾ റോക്ക് പീസസ് സോയിൽ ഫോർമേഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയാം, റൈറ്റ്? നോ, so this disintegration can take place in different ways, like for example like by fragmentation, by splitting, detachment, etc. Okay, so other than that, different processes based on the way in which, or based on the methodology by which it is actually getting disintegrated. Actually, we can classify this weathering process into 2 categories. The first one is physical weathering, and the second is chemical weathering, right? So physical weathering in the from the name itself, it is very clear. Due to some physical action and the atmosphere, അല്ലെങ്കിൽ atmosphere, sorry, നമ്മുടെ നേച്ചറിൽ നടക്കുന്ന മറ്റു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള മറ്റു ഫിനോമിനു കൊണ്ട് ഉണ്ടാവുന്ന പ്രോസസ്സിനാണ്, അല്ലെങ്കിൽ അതിനെ കൊണ്ടുണ്ടാവുന്ന ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്ക്, that is called that is actually physical weathering. That comes under physical weathering. Okay, similarly chemical weathering എന്ന് പറയുന്നത് ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്ന പ്രോസസ് ആണെങ്കിലാണ് കെമിക്കൽ വെതറിംഗ് പ്രോസസ് എന്ന് പറയാം. ഓക്കെ,
Now, അതിൽ തന്നെ geochemical weathering ഉണ്ട്, അതുപോലെ തന്നെ biochemical weathering ഉണ്ട്. Okay. Now, we'll see all these things in detail, right? So, physical weathering തന്നെ നമുക്ക് രണ്ടായിട്ട് classify ചെയ്യാം as thermal and second one is mechanical. Okay. So, we'll see those process one by one. We'll start with the physical weathering. Okay. So, the important ആണ്, just make a note of all those things. And the physical weathering, it is actually, as I said, the weathering which is occurring due to some physical changes that is happening inside in the nature. Okay. So അതിൽ തന്നെ ഞാൻ പറഞ്ഞു, ഒന്ന് തെർമൽ ഉണ്ട്, രണ്ടാമത് മെക്കാനിക്കൽ ഉണ്ട്. മെക്കാനിക്കൽ വെതറിംഗ് പ്രോസസ്സിൽ നമുക്ക് നോർമലി എന്താ പറയുക, നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ വെറുതെ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ട്, അല്ലെങ്കിൽ ഒരു ബേർഡിന്റെ ആക്ടിവിറ്റി കൊണ്ട്, അല്ലെങ്കിൽ ഒരു ആനിമലിന്റെ ആക്ടിവിറ്റി, അതിന്റെ വാക്കിംഗ്, ഇത്തരം പല കാര്യങ്ങൾ കൊണ്ട് ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കാം. റൈറ്റ്. നമ്മൾ നോർമൽ വാക്കിങ്ങിൽ തന്നെ ചെറിയ ചെറിയ സ്റ്റോൺ ക്രഷ് ചെയ്ത് അത് ഡിസിൻറ്റഗ്രേറ്റ് സംഭവിക്കാം. ഓക്കെ. സോ അത്തരം എല്ലാ സാധനങ്ങളും ഈ മെക്കാനിക്കൽ വെതറിംഗിൽ വരും. അത്തരത്തിലുള്ള എല്ലാ ജനറലൈസ്ഡ് കാര്യങ്ങളും ഈ മെക്കാനിക്കൽ വെതറിംഗ് പ്രോസസ്സിൽ വരുമ്പോൾ ഫിസിക്കൽ മൂവ്മെന്റ്, അല്ലെങ്കിൽ സം ഫിസിക്കൽ ആക്ടിവിറ്റി, ഫോർ എക്സാമ്പിൾ ലൈക്ക് ത്രോയിങ് ഓഫ് എ സ്റ്റോൺ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, or birds, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിന്റെ മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ അതിന്റെ മറ്റ് ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടാവുന്ന എല്ലാ ടൈപ്പ് വെതറിംഗ് പ്രോസസ് നമുക്ക് മെക്കാനിക്കൽ വെതറിംഗ് ആക്ടിവിറ്റീസിൽ കൊണ്ടുവരാം. ഓക്കെ. സോ if the weathering is happening due to the temperature changes, okay, if it is happening due to the temperature changes, then such activities comes under thermal weathering process. Okay. Clear ആണോ ഇതിന്റെ ഡിഫറൻസ്? Okay. Right. So we'll first of all concentrate on the thermal weathering process. Okay. So ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. ഇപ്പം ഇത് പലതും വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ പഴയ എന്താണ് ജോഗ്രഫിന്റെ എല്ലാം പുസ്തകവും ഇതൊക്കെയാണ് എന്റെ മനസ്സിൽ ഓർമ്മ വന്നത്. കാരണം നമ്മൾ പണ്ട് പഠിച്ച പല കാര്യങ്ങളും തന്നെയാണ്. റൈറ്റ്. സോ ഇതില് തെർമൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്ന വെതറിംഗ് പ്രോസസ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി അത് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ചസ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഹീറ്റിംഗ് കൂളിംഗ് പ്രോസസ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്ന weathering process ആണ് ഇത്. Right. So you can see it is caused by the expansion, okay, when heated, and contraction when cooled of the rocks as a result of fluctuation in temperature. Okay. So different ways this can happen. For example, if there is a small pore in a stone, അല്ലെ, ഒരു ചെറിയൊരു പോർ ഉണ്ടെങ്കിൽ അതിനകത്ത് വാട്ടർ കയറുന്ന വിചാരിക്കാം. ഓക്കെ. Now when the temperature decreases, അല്ലെങ്കിൽ അത് കൂളിംഗ് സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ, അല്ലെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കുറവുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇതെന്താവും, ഈ വെള്ളം ഫ്രോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഐസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും, അല്ലെ. സോ ഇത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താവും, അതിന്റെ വോളിയം എക്സ്പാൻഷൻ ഉണ്ടാവും. ആൻഡ് ഡ്യൂ ടു ദിസ് വോളിയം എക്സ്പാൻഷൻ ദിസ് stone will break. Okay. So that is actually a process which is happening due to the change in temperature. Okay. So that can be considered as one example of this process. Okay. Now you can see, so this we'll see with the slide. Okay. So as a result, pressure is created within the rock, and a rock on the surface is fragmented. Okay. Another weathering process known as exfoliation occurs in layered rocks. Okay. And other part expands and contracts at higher rates, and the thin layer gets detached. So you will see that process one by one. Okay. So sorry, ഞാൻ പറഞ്ഞു വെച്ചാല് നമ്മളെ വാട്ടർ അബ്സോർപ്ഷൻ ആൻഡ് എക്സ്പാൻഷൻ, ദിസ് പ്രോസസ് ആക്ച്വലി അതിന്റെ മെക്കാനിക്കൽ വെതറിംഗിലെ കാറ്റഗറിയിലാണ് അതിൽപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. So frost wedging is this one, this process, frost wedging. So frost wedging is the process. ഞാനിപ്പോ പറഞ്ഞ പ്രോസസ് എന്ന് പറയുന്നത് frost wedging ആണ്. So you can see, so let us consider. Okay. So frost wedging process ഇത്രേ ഉള്ളൂ. Let us suppose you have a stone. Okay, the stone piece, and അകത്ത് ചെറിയ pores ഉണ്ടാവും. So something like this. Okay. And suppose some water is getting inside. Okay. Okay. Water particles are getting inside. So what happens is, when the temperature decreases, what happens is this will solidify, right? ഈ വെള്ളം സോളിഡിഫൈ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ വോളിയം എക്സ്പാൻഷൻ ഉണ്ടാവും. ഡ്യൂ ടു ദിസ് വോളിയം എക്സ്പാൻഷൻ the crack formation will start, and this crack will generate, and then this will produce, അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് തന്നെ you will get multiple pieces. For example, 1 2 3 4 pieces. Okay, depending upon the way the rock is getting cracked, it forms number of pieces. Okay, so that comes under
your frost wedging process. Okay, so that is your frost wedging process. Okay, so you can note this one. എഴുതുന്നുണ്ടല്ലോ അല്ലേ? Yes, sir. Yes, sir. Ice increases the volume and exerts lateral pressure on surrounding rocks, and hence fracture occurs. Right. Clear on the diagram. So let us move to the next one. This is your frost heaving. Okay, frost heaving. ഇത് വേറൊന്നുമല്ല, നമ്മളിപ്പം ഒരു ഫ്ലോയിങ് വാട്ടറിലൂടെ ഇപ്പം സ്റ്റോൺ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിവർ ബെഡിലൊക്കെ കാണാവുന്ന ഒരു ഫിനോമിനാണ്, റൈറ്റ്? ഫ്ലോയിങ് വാട്ടർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റോൺ പീസസ് ഉണ്ടെങ്കിൽ when the water flows, what happens is the stone the movement ഉണ്ടാവും, and this during the motion of this stone, what happens is there is a chance of this one to get disintegrated. That's it. Okay, so അത്തരം ഫ്ലോയിങ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്തരം പിന്നെ റിവർ ബെഡിലൊക്കെ കാണുന്ന ഫിനോമിനാണ് ഫ്രോസ്റ്റ് ഹീവിംഗ് എന്ന് പറയാം. Okay, so that is again a type of mechanical weathering. Right. The next main category was your chemical weathering process. Okay, but under physical land, so this comes under your chemical weathering. Next is your chemical weathering process. So we can note these points. Okay, alteration of to chemical or mineralogical composition of rocks. Okay, chemical weathering is a process or a weathering process that occurs due to alterations to the chemical or mineralogical composition of rocks. Right. അതിൽ തന്നെ നമുക്ക് രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് ജിയോ കെമിക്കൽ വെതറിങ്ങും ബയോ കെമിക്കലും. ജിയോ കെമിക്കൽ ആ പേരിൽ തന്നെ നമുക്ക് അറിയാവുന്ന സാധനങ്ങളാണ്. എന്താണ് ദിസ് occurs as a result of the reaction with water, acids, bases, salts, etc., which are occurring in nature. Okay, which occurs in nature. Okay, so this natural reaction. Okay, so nature ഉണ്ടാകുന്ന reaction. See, for example, പിന്നെ മറ്റേ നേച്ചറിൽ നോർമലി ഉണ്ടാകുന്നതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന മറ്റ് എന്താണ് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ആസിഡ് റെയിൻ. ഓക്കെ, സോ ഒരു കെമിക്കൽ അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ, ആസിഡ് റെയിൻ പിന്നെ വന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ ഉണ്ടാകുന്നത് that is actually occurring due to the human activity. So whatever it is, so anything that occurs in nature, any chemical reaction, the weathering process that happens due to any kind of chemical reaction occurring in nature can be classified under geochemical weathering process. Okay, so this happens by due to the reaction with, it can happen as a result of the reaction with water, acids, bases or salts. Okay, so the next one is biochemical weathering. Biochemical ആ പേരിൽ പറയുന്ന പോലെ തന്നെ ബയോളജി related ആണ്, അല്ലെങ്കിൽ ബയോളജിക്കൽ, right? So that occurs as action due to the action of organisms. Okay, right. So these are the two types of chemical weathering. Okay, so these are the different processes by which the weathering occurs in chemical weathering. Like these are the processes. One is dissolution, hydration, hydrolysis, oxidation, reduction, carbonation, and acid reaction. Okay, like chemistry കാണാവുന്ന എല്ലാ ടൈപ്പ് റിയാക്ഷൻസും നാച്ചുറൽ ഒക്കറിങ് അത്തരം റിയാക്ഷൻസ് കൊണ്ട് ദീസ് വെതറിങ് അല്ലെങ്കിൽ ഡിസൻറ്റഗ്രേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് എല്ലാ പ്രോസസ്സിലും, ഈ പറയുന്ന എല്ലാ പ്രോസസ്സിലൂടെയും ഡിസൻറ്റഗ്രേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. Now we'll move on to the next topic, which is your soil. Right. Okay, so we'll move on to the next topic, which is your soil. മണ്ണ് അല്ലേ? ഓക്കെ, സോ നമുക്ക് സോയിലിനെ കുറച്ച് നോട്ടാക്കിയിട്ട് പോവാം.
സ്ക്രീൻ കാണാലോ അല്ലേ? Yes, sir. യെസ്. ഞാനേ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമുക്ക് കുറച്ച് ഡിജിറ്റൽ നോട്ട് ആക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ആ രീതിയിൽ പോവാം. ഓക്കെ, റൈറ്റ്, ഫൈൻ. ഓക്കെ, ഓക്കെ. സോ നമുക്ക് സോയിൽ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെ എന്താണ് സോയിൽ എന്നുള്ളത്. അപ്പൊ നമുക്കിതിനെ നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ സബ്ജക്ട് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്തൊക്കെയാണ് സോയിലിൽ വരുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, സോ അത് നമുക്കൊരു ഡിജിറ്റൽ നോട്ട് മേക്കിംഗ് പ്രോസസ്സിലൂടെ നോക്കാം. ഇത് വൺ നോട്ടാണ്. ഓക്കെ, ഇൻഡസ്ട്രിന്റെ വൺ നോട്ടാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. നിങ്ങളെല്ലാം ഒരു പെൻ ടാബോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ശരിക്കും നല്ല അടിപൊളി രീതിയിൽ നമുക്ക് എന്താ പറയാ, ഈ ഡിജിറ്റൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോകാം. നമുക്ക് അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലത്തെ ഒരു മെറ്റീരിയലോട് ആക്കാവുന്നേ ഉള്ളൂ. Okay, fine. So we'll move on to the subject. So our topic, so present topic is your soil, right? Soil. Okay. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം സോയിലിനെ കുറിച്ച്? എന്താണ് സോയിൽ? എന്തൊക്കെയാണ് സോയിൽ ഉണ്ടാവുക? എന്തൊക്കെയാണ് സോയിലിന്റെ ഉപയോഗം? എന്താണ് സോയിൽ? എങ്ങനെ പറയാം സോയിൽ? നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എന്താണ് സോയിൽ? മിനറൽസ് ഉണ്ടാവും. ഏറ്റവും ടോപ്പിലെ ലെയർ ആണ്. ഏറ്റവും ടോപ്പിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് സോയിൽ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം അല്ലെ? സർഫസ് ലെയർ അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് ലെയർ ആണെന്ന് പറയാം. ഓക്കെ, സോ അതാണ് ഒരു ഫസ്റ്റ് പോയിന്റ്. ഇറ്റ് ഇസ് എ സർഫസ് ലെയർ. പിന്നെന്തൊക്കെയാണ്? Most simple definition is it is the surface layer, topmost surface layer. Right. പിന്നെന്തൊക്കെ അറിയാം? എന്തൊക്കെ ഉണ്ടാവും സോയിൽ? എന്തൊക്കെ ഉണ്ടാവും? Organic matters. ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ ക്രോപ്സിന് Minerals. ഉണ്ടാവും. റൈറ്റ്. ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവും. റൈറ്റ്. സോ സോയിലിനെ കുറിച്ച് പറയാൻ ഇത്രയും ഒരുപാട് കാര്യങ്ങളുണ്ട്. റൈറ്റ്. നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന സർഫസ് ലെയർ അല്ലെ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ. ഓക്കെ, അഗൈൻ ഇറ്റ് കണ്ടെയ്ൻസ് അല്ലെ. നമുക്ക് അങ്ങനെ തുടങ്ങാം. ആദ്യം എന്താണ് നോക്കി. ഓക്കെ, അതിന് എന്തൊക്കെ ഉണ്ട് അതിന്റെ അകത്ത്. ഓക്കെ, സോ ഇറ്റ് ഹാസ് എ വേരിയബിൾ മിക്സർ ഓഫ് ബ്രോക്കൺ ആൻഡ് വെതേർഡ് മെറ്റീരിയൽസ് അല്ലെ. റോക്ക് പീസസ് ഉണ്ടാവും, അതുപോലെ ഓർഗാനിക് മാറ്റർ ഉണ്ടാവും. റൈറ്റ്. ഇത് പ്ലസ് ഒരുപാട് മിനറൽസും ഉണ്ടാവും അല്ലെ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ് അല്ലെ. വേരിയബിൾ ഓഫ് ഈ മിക്സർ ഓഫ് ബ്രോക്കൺ ആൻഡ് വെതേർഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മിനറൽസും കാര്യങ്ങളെല്ലാം അതിൽ വന്നു. ഓക്കെ, പ്ലസ് ഡീക്കേഡ് ഓർഗാനിക് മാറ്റർ വിച്ച് കവേഴ്സ് ദ earth in a thin layer. Right. So ഇതിന്റെ ഒരു കോമ്പോസിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ, സർഫസ് ലെയർ ആൻഡ് കോമ്പോസിഷൻ നമുക്ക് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് വരിക? So it contains weathered materials plus organic materials. Okay, it is a combination of weathered material and organic material. Okay, so പിന്നെ ഇതിന്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. സോ ഇറ്റ് ടേക്സ് ലോങ് ടൈം അല്ലെ. ഫോർമേഷൻ ഒരുപാട് ടൈം എടുക്കും. നോർമലി വെതറിംഗ് പ്രോസസ്സിലും അതുപോലെ തന്നെ വെതറിംഗ് പ്രോസസ്സിലൂടെ മെയിൻലി ഈ റോക്സ് എന്നുള്ള വെതറിംഗ് പ്രോസസ്സിലൂടെയാണ് കാര്യമായിട്ട് ഈ സോയിൽ ഫോർമേഷൻ നടക്കുന്നത്. റൈറ്റ്. ആൻഡ് സോയിൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ, രാഹുൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് അതില് അതാണ് പ്ലാന്റ്സിന് വേണ്ട എല്ലാം, ക്രോപ്സിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് ഈ സോയിൽ എന്ന് പറയുന്നത്. റൈറ്റ്. സോ അതിനെ നെറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഇൻപുട്ടുകളും ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ്. റൈറ്റ്. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് കാര്യങ്ങൾ. സോയില് എങ്ങനെയൊക്കെ നമുക്ക്
എന്തൊക്കെ ടൈപ്പ് സോയിൽസ് ഉണ്ടെന്നും എങ്ങനെയൊക്കെയാണ് സോയിൽ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോയിൽ ആസ് വി ഹാവ് സീൻ, അതിന്റെ സോയിലിന്റെ വൺ ഓഫ് ദ മെയിൻ കോമ്പോണന്റ് അല്ലെങ്കിൽ മെയിൻ കോമ്പോണന്റ് ഇസ് ദിസ് വൺ, എന്താണ്, വെതേർഡ് മെറ്റീരിയൽസ് ആണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ, റൈറ്റ്. സോയിലിൽ തന്നെ നമ്മൾ കുറച്ചധികം കുഴിക്കുമ്പോൾ ഡിഫറെന്റ് പാറ്റേൺസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് സോയിൽസ് ആയിട്ട് നമുക്ക് സോയിലിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. സോ it depends upon which which type of rocks it is formed of. ഏത് ടൈപ്പ് റോക്കിന്റെ ഡിസിന്റഗ്രേഷനിലൂടെയാണ് സോയിൽ ഫോം ചെയ്യുന്നത്, അത് ബേസ് ചെയ്ത് യു ക്യാൻ ക്ലാസിഫൈ ദി സോയിൽ ഇൻടു ഡിഫറെന്റ് ടൈപ്സ്. ഓക്കെ, സോ വിൽ സീ വൺ ബൈ വൺ. ഓക്കെ, നോ അഗൈൻ ഇതിന്റെ ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് contains all nutrients required for plant growth. Required for plant growth, right. Okay, so ഇത് നമ്മുടെ സോയിലിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ആയി. ഇനിയും ഉണ്ട് കുറച്ചുകൂടെ ഫൈനൽ ഫീച്ചേഴ്സും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽസ് നോക്കാം അല്ലേ. Okay, so we'll see the first type, which is the first type is your soils formed from volcanic ash. From volcanic ash. Okay, soil formed from volcanic ash, right. So നമുക്ക് പിന്നെ ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് കണക്ട് ചെയ്ത് പുറത്തു വെക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഷോ യു ഹൗ. സോ വോൾക്കാനിക് ആഷ് എന്ന് വരുന്നത് കൊണ്ട് തന്നെ, സോ നമുക്കറിയാം വോൾക്കാനിക് ആഷ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം അതൊരു എന്താണ്, പിന്നെ ഒരു ലിക്വിഫൈഡ് ഫോമിലാണ് ഉണ്ടാവുക അല്ലെ. കംപ്ലീറ്റ് എല്ലാം മെൽട്ടായി ലിക്വിഡ് ഫോമിലാണ് ഉണ്ടാവുക. അതിനുശേഷം അത് സോൾഡിഫൈ ചെയ്ത് അത് പോയ വഴിയുള്ള മെറ്റീരിയൽസ് എല്ലാം, ഡിസിന്റഗ്രേറ്റ് ചെയ്ത മെറ്റീരിയൽസ് എല്ലാം കൂടെ സോൾഡിഫൈ ചെയ്ത് ദാറ്റ് ഫോംസ് സോയിൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബിക്കോസ് ഓഫ് ദിസ് പ്രോസസ്, അല്ലെങ്കിൽ അത് പോയിക്കൊണ്ടിരുന്ന ആ ഒരു പ്രോസസ്സിന്റെ ആ ഒരു പെക്യുലാരിറ്റി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തായിരിക്കും, ദ സോയിൽ വിൽ ബി ഫൈൻ ഗ്രെയിൻഡ് അല്ലെ. ദ സോയിൽ വിൽ ബി ഫൈൻ ഗ്രെയിൻസ് ആയിട്ടായിരിക്കും അതിന്റെ ഓരോ സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവുക അല്ലെ. ശരിയല്ലേ? നമ്മള് പിന്നെ മാക്സിമം നമ്മൾ ലിക്വിഫൈ ചെയ്തിട്ട് വീണ്ടും സോൾഡിഫൈ ചെയ്ത് വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഫൈൻ ഗ്രെയിൻ ഫോർമേഷൻ ഉണ്ടാവും. ആൻഡ് ബിക്കോസ് സിൻസ് ഇറ്റ് ഇസ് ഫൈൻ ഗ്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ ദ സോയിൽ വിൽ ബി ഫെർട്ടൈൽ, റൈറ്റ്. ഈ നമ്മൾ പണ്ടൊക്കെ നിങ്ങൾ ചിലപ്പം പഠിക്കുന്ന കാലത്തോ പറയുന്ന കാലത്തെല്ലാം കേട്ടിട്ടുണ്ടാവും ഈ പിന്നെ ഈ വോൾക്കാനിക് ആഷ് ഫോം പോയ സ്ഥലത്തൂടെ അവിടെ കൃഷി വളരെ നന്നായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. അല്ല, നല്ല ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ അല്ല, റിച്ച് ഇൻ organic nutrients ആയിരിക്കും, right. Fertile, that means it is rich in organic materials. It is rich in organic materials, right. So therefore അതുകൊണ്ട് എന്തായിരിക്കും, plants grow well in these regions. Okay, so plants grow well in these regions, fine. So this is the first type of this one, first type of soil. Okay, that is formed from volcanic ash. Now the second type is your granite. Second type of rock is your granite. Okay, സോ ഗ്രാനൈറ്റ് പൊടിഞ്ഞിട്ടുണ്ടാകുന്ന സോയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് ഫർട്ടൈൽ ആയിരിക്കും. നമുക്ക് വീട്ടിലെല്ലാം നമ്മൾ കാണാവുന്ന ഗ്രാനൈറ്റ് ഉണ്ടല്ലോ, അത് പൊടിഞ്ഞ് കിട്ടുന്ന സോയിൽ ഫെർട്ടൈൽ ആവാൻ ചാൻസ് ഉണ്ടോ? അല്ല അല്ലെ, കറക്റ്റ്. അത് നമുക്കത് പൊടിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഒരു രൂപം നമുക്ക് ഒന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് ഇത്രയും ഫൈൻ ഗ്രെയിൻഡ് ആവാനുള്ള ചാൻസും വളരെ കുറവാണ് അല്ലെ. സോ ഗ്രാനൈറ്റിന്റെ കേസിൽ യു വിൽ ഗെറ്റ് കോഴ്സ് ഗ്രെയിൻഡ്, കുറച്ചുകൂടെ വലിയ പീസസ് ആയിരിക്കും, കോഴ്സ് ഗ്രെയിൻഡ്. ആൻഡ് therefore it is also somewhat sandy in nature ആയിരിക്കും. It would be somewhat sandy in nature, right.
അതുകൊണ്ട് തന്നെ പറഞ്ഞ പോലെ തന്നെ അതിൽ എന്തായിരിക്കും അതിന്റെ കേസ് ഇറ്റ് ഹാസ് ലോ ന്യൂട്രിയൻ കണ്ടന്റ്. അതിന്റെ ലോ ന്യൂട്രിയന്റ് കണ്ടന്റ് ആണ്. ന്യൂട്രിയൻ കണ്ടന്റ് കുറവായത് കൊണ്ട് തന്നെ ദീസ് ആർ ലെസ് ഫെർട്ടൈൽ, അല്ലെങ്കിൽ വെരി വെരി ലോ ഫെർട്ടൈൽ, അല്ലെങ്കിൽ വെജിറ്റേഷന്റെ കേസിൽ വളരെ അബദ്ധമായിരിക്കും. സോ ലെസ് ഫെർട്ടൈൽ. Okay, so these are the properties of this type of soil. Okay, and this is susceptible for erosions. പെട്ടെന്ന് erosions സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇറോഷൻ സംഭവിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് സോയിൽ ആണ് ഗ്രാനൈറ്റിക് വരുന്ന കേസുകളിൽ വരുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് എ സെക്കൻഡ് ടൈപ്പ്. ക്ലിയർ അല്ലേ? Yes, sir. Right. Okay, now we'll move on to the next one, which is your sandstone. Which is your sandstone. Sandstone. Right. Now, സോ സാൻഡ്സ്റ്റോൺ എന്നുള്ള പേരിൽ തന്നെയുണ്ട് അത് എന്ത് ടൈപ്പ് സ്റ്റോൺ ആയിരിക്കും എന്നുള്ളത്, അല്ലെ? എന്ത് ടൈപ്പ് ആയിരിക്കും? സാൻഡ് ഉണ്ടല്ലോ അല്ലെ, സാൻഡും അതുപോലെ ക്വാഡ്സ് ഒക്കെ, അല്ലെങ്കിൽ ഇത് നോർമലി സാൻഡ് എന്നല്ല, സാൻഡ് സൈസ്ഡ് ക്വാഡ്സ് ആണ്. ഓക്കെ, റൈറ്റ്. സോ okay, so these are sand sized quartz. And impurities like mica, silica gel, iron, limestone. Okay, അതൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. Okay, and impurities like silica, mica, iron, limestone. ഇതിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഇത്തരം സാൻഡ്സ്റ്റോൺ. ഫൈൻ. ആൻഡ് അഗൈൻ ഇത് ഫെർട്ടൈൽ ആവാൻ ചാൻസ് ഉണ്ടോ സാൻഡ്സ്റ്റോൺ ഉണ്ടാവുന്നത്? അല്ല, റൈറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഫെർട്ടൈൽ. type of sand is not fertile, and അത് കോഴ്സ് ആയിരിക്കും, കുറച്ചുകൂടെ ഫൈൻ ഗ്രെയിൻഡ് ആയിരിക്കില്ല, കോഴ്സ് ഗ്രെയിൻഡ് ആയിരിക്കും. coarse grain type. Okay. Now the next type, of soil is basalt. Basalt. Okay. Right now we'll see what are the features related to this one. Right. So ഇതിന്റെ കേസിൽ ഇത് കുറച്ചുകൂടെ ഫൈൻ ടെക്സ്ചേർഡ് ആണ്. ഫൈൻ ടെക്സ്ചേർഡ് ആണ്. It's a fine textured, and this one is actually ഇതിലുണ്ടാകുന്ന കുറച്ചുകൂടെ ഫെറോ മാഗ്നറ്റിക് ടൈപ്പ് ആയിരിക്കും ഇത്തരം ബസാൾട്ടിന്റെ കിട്ടുന്ന ടൈപ്പ് സാധനങ്ങൾ. ഓക്കെ, സോ ദ ഫീച്ചർ ഈസ് ആക്ച്വലി ദിസ് ഈസ് റിച്ച് ഇൻ ഫെറോമാഗ്നറ്റിസം. Rich in ferromagnetism, and also it contains minerals. Okay, and contains minerals. Fine.
there are good amount of minerals in this basalt. Fine. Okay. Clear la? Yes, sir. Okay. Yes, sir. Yes, sir. Okay, now the next type, your last type is your limestone. Okay, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് limestone. Limestone. Okay, so limestone features നോക്കാം. ഓക്കെ സോ ലൈംസ്റ്റോണിന്റെ കേസിൽ നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെ, എന്ത് ടൈപ്പ് ആയിരിക്കും ലൈംസ്റ്റോൺ എന്നുള്ളത്. റൈറ്റ്. സോ ലൈംസ്റ്റോൺ കിട്ടുന്ന ഏരിയാസിൽ അത് ഫർട്ടൈൽ ആവാൻ ചാൻസ് ഉണ്ടോ? യെസ്. യെസ്, നോട്ട് ഫർട്ടൈൽ. ലൈംസ്റ്റോൺ നമ്മള് ചെളിയല്ലേ ഇത് അല്ലെ, നോട്ട് ഫർട്ടൈൽ. ചെളി എന്നല്ല, എന്താ പറയാ, ഇത് ബേസിക്കലി ഇതിലുണ്ടാവുന്ന സാധനം വെച്ചാൽ കാൽസൈറ്റ് ആൻഡ് ഡിഫറെന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് ഉണ്ടാവുക. കാൽസൈറ്റ് ആൻഡ് അതർ ഡിഫറെന്റ് ഇമ്പ്യൂരിറ്റീസ്. You can find calcite and different impurities like different carbonates ഉണ്ടാവും. കാർബണേറ്റ്സ്, സിൽട്ട്, ക്ലേ, ഇതൊക്കെയാണ് ഉണ്ടാവുക. സിൽട്ട്, clay, quartz, etc. Okay, so these are the combination of this limestone ഇതിലൂടെ കിട്ടുന്ന സാൻഡ്, right? And these are clayed in nature, clay type. Okay, the limestone is somewhat clay type in nature. Okay, so these are the different types of soils. Okay, these are the different types of soils. These are the different types of soil formed by weathering of rocks. Okay, these are different types of rocks which get disintegrated to form soil. Okay, so അതിന്റെ different properties ആണ്. Clear അല്ലേ? ഇത് സിമ്പിൾ അല്ലേ? ഈ രീതിയിൽ നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇത് മനസ്സിലാക്കാൻ അല്ലെ? ശരിയല്ലേ? ഇത്തരത്തിലുള്ള സത്യം പറഞ്ഞാൽ ഡിജിറ്റൽ നോട്ട്സ് ഉണ്ടാക്കാം. നിങ്ങളെ കയ്യിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വൺ നോട്ട് വളരെ അടിപൊളി ടൂളാണ്. നല്ല രസമുണ്ട്. നമുക്കൊരു പുസ്തകം പോലെ ആക്കാം. പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് എഴുതി കൂട്ടുന്നതിനേക്കാളും നല്ലേ അത്യാവശ്യം വേണ്ട ഡയഗ്രാംസ് എല്ലാം വെച്ചിട്ട് ഇത്തരത്തിലുള്ള ഒരു നോട്ട് ആക്കിയാണല്ലോ, എനിക്കൊരു 10-20 പേജ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫുൾ സബ്ജക്ട് അതിലാക്കാൻ പറ്റും. സോ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമുക്ക് യൂട്യൂബിലെല്ലാം ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട് ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. പെൻ ടാബ് ഉണ്ടെങ്കിൽ വളരെ ഉപകാരം, അല്ലെങ്കിൽ ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് വരുന്നത് വരും. ഓക്കെ, ഫൈൻ. ഇത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ ഒരു ഡിജിറ്റൽ നോട്ട് മേക്കിങ്ങിന്റെ ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മള് പലതും നോക്കിക്കഴിഞ്ഞാല് ഈ എന്താ പറയാ, നമ്മുടെ പിന്നെ മറ്റ് ഈ സ്ഥലങ്ങളെ മറ്റേ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലെ ഈ MS ചെയ്യുന്നവരും അവരൊക്കെ ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് ഇത്. ഈ ഡിജിറ്റൽ നോട്ട്സ് ആക്കിയിട്ടേ വെക്കുള്ളൂ. അവര് ഒരുപാട് നോട്ടും എടുത്തിട്ടല്ല പോവാ. അവര് ഇത്തരം വൺ നോട്ടും അതുപോലെ മറ്റു ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള അവരുടെ ഡിജിറ്റൽ നോട്ട്സ് ആണ് ചെയ്യുക. അത് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കും. നമുക്ക് സുഖമായിട്ട് അത് യൂസ് ചെയ്യാം. ഓക്കെ, അതിന്റെ ഒരു ഐഡിയ കൂടെ തരാൻ വിചാരിച്ചത് ഞാൻ PPTയിലേക്ക് വന്നു. ഞാൻ പിന്നെ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, റൈറ്റ്. ഫൈൻ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെ എവിടെയും പറഞ്ഞിട്ടുള്ളത്. സോയില് ഫ്രം ഡിഫറെന്റ് ഗ്രാനൈറ്റ് എന്താണെന്ന് പറയാം. ലൈംസ്റ്റോൺ, ഇതാണ് ലൈംസ്റ്റോൺ. Again, basalt type, sandstone. Similarly, now we'll see what are the function of this soil. Okay, so functions and main function എന്ന് പറഞ്ഞാല് സോയിലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വെജിറ്റേഷൻ സസ്റ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം, സോയിലിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പോറസ് ആയിരിക്കും. റൈറ്റ്. സോ ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. റൈറ്റ്. സോ പോറസ് ഇൻ നേച്ചർ ആയിരിക്കും. അപ്പോൾ പോറസ് ആവുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ സോയിലിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. റൈറ്റ്. പോറസ് ആയിട്ടുള്ള സ്ട്രക്ചറിലാണ് നമുക്ക് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ കൃഷി സ്ഥലങ്ങളിൽ നമ്മുടെ ഈ പിന്നെ എന്താ പറയാ, നമ്മുടെ പിന്നെ നെല്ലിന്റെ എല്ലാം കൃഷി നടത്തുന്ന സമയത്ത് നമ്മൾ ഇത് കിളച്ച് വെക്കും അല്ലെ. മൊത്തത്തിൽ കിളച്ചൊന്ന് ഇളക്കി മണ്ണ് ഇളക്കി വെക്കും. അത് എന്നിട്ടാണ് അതിൽ വെള്ളം നിറക്കുക. അത് എന്തുകൊണ്ടാണ് ഇളക്കി വെക്കുന്നത് വെച്ചാൽ അത് പോറസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. കൂടെ പോറസ് ആകുമ്പോൾ എന്ത് ചെയ്യും, ആ പോറസിലെല്ലാം
വാട്ടർ എന്നിട്ട് അത് അവിടെ ലോഗ് ചെയ്ത് നിൽക്കും. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഒരു പിന്നെ സോയിലിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പോറസ് ആൻഡ് therefore it has good water holding capacity. Okay, again it also contains many micro and macro nutrients, and also it maintains the pH value of ഒരു കോൺസ്റ്റന്റ് pH വാല്യൂവിൽ തന്നെ വെക്കും, which is very best suited for എന്താണ് പ്ലാന്റ് ഗ്രോത്തിന് വേണ്ട രീതിയിലുള്ള pHഉം അതുപോലെ മറ്റു ന്യൂട്രിയൻസ് എല്ലാം സോയിലിൽ അവൈലബിൾ ആണ്. ഓക്കെ, so and again it also contains some എന്താണ് നൈട്രജൻ ഫിക്സേഷൻ ഇതുണ്ടാവും, പിന്നെ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ് ഉണ്ടാവും. ഈ മറ്റേ നിങ്ങള് ഈ പിന്നെ നമ്മുടെ ഈ തൊട്ടാവാടിയില്ലേ ടെസ്മിനോട്ട് പ്ലാന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടെസ്മിനോട്ട് പ്ലാന്റ് അറിയില്ലേ, കണ്ടിട്ടില്ലേ? Yes, sir. അത് വേരോടൊന്ന് പിന്നെ പിഴുതെടുത്ത് നോക്കിയാണല്ലോ അതിന്റെ വേരിന്റെ അടിയിലുള്ള ചെറിയൊരു ഉണ്ട വെള്ള റൗണ്ട് സാധനം ഇങ്ങനെ കാണാം. അത് ഈ പിന്നെ ഇതാണ് പിന്നെ എന്താണ് നൈട്രജൻ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് അത്. ഓക്കെ, അപ്പോൾ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ് എല്ലാം അതിലാണ് ഉണ്ടാവുക. സോ ബേസിക്കലി ദ ഫങ്ഷൻ ഓഫ് സോ ഇത്തരം കാര്യങ്ങളെല്ലാം സോയിലിൽ അവൈലബിൾ ആണെന്ന് പറയാം. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് ഫങ്ഷൻസ് ഓഫ് your soil, right? Okay, so we can note a few of those. So major functions എന്ന് പറഞ്ഞാല് മേജർ ഫങ്ഷൻസ് നമുക്ക് പറയാം. എന്താണ് അത്? പോറസ് ആണ്. സിൻസ് ഇറ്റ് ഇസ് പോറസ്, ഇറ്റ് ഹാസ് ഗുഡ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. Again, it contains nitrogen fixing bacteria ഉണ്ട്. Similarly, എന്താ പറഞ്ഞേ? Okay, so it contains some micro and macronutrients required for the plant growth. Nutrients plus it maintains the pH, all required for plant growth. Okay, so that completes the soil. Fine, I hope it is clear. Okay, now we'll move on to the next topic, which is our atmosphere. Time I first. Okay, so we'll do one thing. We'll take a break. 11:20 11:30 വരെയല്ലേ? Right, 11:30 വരെയല്ലേ അല്ലേ? Yes, sir. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ മുമ്പ് ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് വരണം. Yes, Akash. Prakash net കട്ടാണ്. Akhil. Present, sir. Amit. Present, sir. Anirudh. Present, sir. Karthik. Ladin. Mohammed Ladin. Present, sir. Shahzad. Mubtasim. Asaf. La. Yes, sir. Present, sir. Fardeen. Present, sir. Fateh. Sama. Present, sir. Zian. Nishag. Present, sir. Nived. Present, sir. Pratyush. Rahul. Present, sir. Sarun. Present, sir. Saurag. Present, sir. Saurav. Srirag. Present, sir. Vishnu AP. Present, sir. Vishwan. Present, sir. Adarsh. ഇല്ല, എത്ര പേരാണ് ആബ്സെന്റ്? ഷസാദ്, മുക്തസിം, ഫത്തേഹ്, സിയാൻ, പ്രത്യുഷ്, സൗരവ്, ആദർശ്. ഓക്കെ,
അപ്പൊ ശരി, നമുക്ക് 11:30 കാണാം.